ഹലോ എവ്രി വൺ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ആൽഗയെ പറ്റി പഠിക്കാം. അതിൻ്റെ പേരാണ് സർഗാസം. അപ്പോൾ സർഗാസം ബിലോങ് ചെയ്യുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഫെയോഫൈസിയാണ്. ഇറ്റ് ഈസ് അതർവൈസ് നോൺ എസ് ബ്രൗൺ ആൽഗെ. അപ്പോൾ ബ്രൗൺ കളറിലിരിക്കുന്ന ആൽഗെ ആയതുകൊണ്ടാണ് ഇതിന് ബ്രൗൺ ആൽഗെ എന്നുള്ള പേര് വരാൻ കാരണം. അപ്പോൾ ബ്രൗൺ ആൽഗെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അതിനകത്ത് ബ്രൗൺ കളറിൽ പിഗ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ടാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ബിലോങ്സ് ടു ദ ഓർഡർ ഫ്യൂക്കെയിൽസ് ആൻഡ് ഫാമിലി സർഗാസേസിയെ. അപ്പോൾ സർഗാസത്തിന് സീവീഡ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം കടലിൽ കളകൾ പോലെ പ്ലെൻറ്റി ആയിട്ട് വളരുന്നത് കൊണ്ടാണ് സീവീഡ് എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ ഇത് ഒരാൾ സർഗാസത്തിനെ ഹാർവെസ്റ്റ് ചെയ്ത് കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഈ സ്ലൈഡിൽ രണ്ട് പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. രണ്ടും ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഇത് സർഗാസത്തിൻ്റെ താലസ് ആണ് കാണിച്ചിരിക്കുന്നത്, പ്ലാൻ ബോഡിയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ എ എന്ന് പറയുന്ന പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിൽ നമുക്ക് സ്റ്റെമ്മും ലീഫും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ആക്ച്വലി ഈ സ്റ്റെമ്മും ലീഫും ഒന്നും ട്രൂ സ്റ്റെമ്മോ ലീഫോ അല്ല. അപ്പോൾ ഇതിൽ സ്റ്റെം എന്ന് കാണിച്ചിരിക്കുന്നത് ട്രൂ സ്റ്റെം അല്ല. ഇതിൻ്റെ പേര് സ്റ്റൈപ്പ് അഥവാ ആക്സസ് എന്നാണ്. അതുകൊണ്ട് സ്റ്റെം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സ്റ്റൈപ്പ് അല്ലെങ്കിൽ ആക്സസ് എന്നാണ് പറയുന്നത്. ഇനി ഈ സ്റ്റൈപ്പ് അല്ലെങ്കിൽ ആക്സസിൽ നിന്ന് ചെറിയ ബ്രാഞ്ചസ് റൈസ് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നുമായിട്ട്. ഈ ബ്രാഞ്ചസിൻ്റെ പേര് പ്രൈമറി ലാറ്ററൽസ് എന്നാണ്. ഈ പ്രൈമറി ലാറ്ററൽസ് ചെന്ന് അവസാനിക്കുന്നത് ലീഫ് പോലത്തെ സ്ട്രക്ചേഴ്സിലാണ്. അപ്പോൾ ഇവിടെ ലീഫ് പോലത്തെ സ്ട്രക്ചേഴ്സ് ശരിക്കും കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ലീഫ് പോലെ തന്നെ ഇരിക്കും. അതിനൊരു മിഡ്രിബ് ഉണ്ട്. കണ്ടോ, ഞാനിപ്പോൾ വരയ്ക്കുന്നുണ്ടോ? മിഡ്രിബ് ഉണ്ട്. പിന്നെ ഇതുപോലെ എഡ്ജസ് വന്നിട്ട് സെറേറ്റഡ് ആണ്, ഇങ്ങനെ കൂർത്തിരിക്കും. നമ്മൾ സാധാരണ ലീഫ് പോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തോന്നിക്കും. ഇനി ഇതുകൂടാതെ ഈ ലീഫിൻ്റെ മേളിലായിട്ട് ഡോട്ട്സ് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? ഒരുപാട് ഡോട്ട്സ് ഉണ്ട്. ഈ ഡോട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? പോറാണ്, ദ്വാരങ്ങളാണ്. അപ്പോൾ ഈ ദ്വാരം, ഈ ഡോട്ട്സ് പോലെ ഇരിക്കുന്നത് ദ്വാരങ്ങളാണെന്ന് പറഞ്ഞു. ഈ ദ്വാരങ്ങൾക്കൊരു പേരുണ്ട്. ഈ ദ്വാരങ്ങൾക്ക് പറയുന്ന പേര് ഓസ്റ്റിയോൾസ് എന്നാണ്. അപ്പോൾ ഈ ഓസ്റ്റിയോളിനകത്തൂടെ നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി നോക്കുകയാണെങ്കിൽ അതിനകത്ത് വലിയൊരു കുഴി കാണാൻ പറ്റും. ഈ കുഴി ഒരു ഫ്ലാസ്കിൻ്റെ ആകൃതിയിലാണ് ഇരിക്കുന്നത്. ഒരു ഫ്ലാസ്ക് ഷേപ്ഡ്, ഇങ്ങനെ ഇതുപോലെ ഫ്ലാസ്കിൻ്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ആ കുഴി ഇങ്ങനെ ഒരു ദ്വാരം കാണും. ആ ദ്വാരത്തിനകത്തൂടെ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ ഒരു കുഴി കാണും. മനസ്സിലായോ? അപ്പോൾ ഈ കുഴിയുടെ പേര് കോൺസെപ്റ്റക്കിൾ എന്നാണ്. CON, കോൺസെപ്റ്റക്കിൾ. ഓക്കെ, കോൺസെപ്റ്റക്കിൾ എന്നാണ് പേര്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ കോൺസെപ്റ്റക്കിൾ ലീഫിനകത്ത് കാണുന്ന കുഴികളാണ്. അപ്പോൾ ഈ കുഴികളെ അപ്പോൾ കോൺസെപ്റ്റക്കിൾ എന്നും പറയും. അതുകൂടാതെ തന്നെ ക്രിപ്റ്റോസ്റ്റൊമാറ്റ എന്നും പറയും, ക്രിപ്റ്റോബ്ലാസ്റ്റ് എന്നും പറയും. അപ്പോൾ സാധാരണ സ്റ്റൊമാറ്റ കാണുന്നത് ലീഫിലാണല്ലേ? അപ്പോൾ ലീഫിൽ കാണുന്ന കുഴികൾ തന്നെയാണ് സ്റ്റൊമാറ്റ. അപ്പോൾ അതുപോലെ ഇവിടുത്തെ ലീഫിലും, ഈ ആൽഗയുടെ സർഗാസത്തിലെ ലീഫിലും കുഴികൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ ക്രിപ്റ്റോസ്റ്റൊമാറ്റ എന്നാണ് പറയുന്നത്. അപ്പം ക്രിപ്റ്റോസ്റ്റൊമാറ്റ അല്ലെങ്കിൽ ക്രിപ്റ്റോബ്ലാസ്റ്റ് എന്നും പറയും. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇതുകൂടാതെ ഈ പ്രൈമറി ലാറ്ററൽസിൽ ഞാൻ നേരത്തെ പറഞ്ഞു ലീഫുണ്ട്. പ്രൈമറി ലാറ്ററൽസ് എന്ന് പറയുന്ന ബ്രാഞ്ചസ് ആണ്. അത് ചെന്ന് അവസാനിക്കുന്നത് ലീവ്സിലാണ്. ലീവ്സിൻ്റെ കൂട്ടത്തിൽ വേറെയും 2-3 സ്ട്രക്ചേഴ്സും കൂടെ നമുക്കിതിൽ കാണാൻ പറ്റും. ഒന്ന് എയർ ബ്ലാഡേഴ്സ്. എയർ ബ്ലാഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബബിൾസ് പോലെ ഇരിക്കുന്ന, വീർത്തിരിക്കുന്ന ചില സ്ട്രക്ചേഴ്സാണ്. ഇതിനകത്തെ എയർ അല്ലെങ്കിൽ ഗ്യാസസ് ഫില്ല് ചെയ്തിരിക്കും. ഇപ്പോൾ എന്തിനാണ് ഈ ഇങ്ങനെ എയറും അല്ലെങ്കിൽ ഗ്യാസസ് ഫില്ല് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഈ താലസിനെ ഈ സീ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ സഹായിക്കുന്നു ഈ എയർ ബ്ലാഡേഴ്സ്, കേട്ടോ. അപ്പോൾ എയർ ബ്ലാഡേഴ്സ് ഉണ്ട്. ഇതുകൂടാതെ തന്നെ ബി എന്ന് പറയുന്ന പിക്ചർ ഒന്ന് ശ്രദ്ധിച്ച എല്ലാവരും. ബി പിക്ചേഴ്സിൽ ഇതുപോലെ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. റിസെപ്റ്റക്കിൾ എന്നാണ് അതിൻ്റെ പേര്. കണ്ടോ, റിസെപ്റ്റക്കിൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് കണ്ടാൽ ഈ ചുള്ളിക്കമ്പ് പോലെ നിൽക്കും. പക്ഷേ ഇത് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. വളരെ നൈസായിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. അപ്പം ഇത് ബ്രാഞ്ച്ഡ് ആണ്, ഹൈലി ബ്രാഞ്ച്ഡ് ആണ്. ഈ റിസെപ്റ്റക്കിളിലും നമുക്ക് കുഴികൾ കാണാൻ പറ്റും, ദ്വാരങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ദ്വാരങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഓസ്റ്റിയോൾസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഓരോ ഓസ്റ്റിയോളിനകത്ത് നമ്മൾ ഇതുപോലെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ലീഫിനകത്ത് കണ്ട അതേ കോൺസെപ്റ്റക്കിൾസ് തന്നെ കാണാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ റിസെപ്റ്റക്കിളിനകത്ത് കാണുന്ന കോൺസെപ്റ്റക്കിളിനകത്ത് നമുക്ക് സെക്സ് ഓർഗൻസ് കാണാൻ പറ്റും. അതായത് ആന്ത്രിഡിയവും ഊഗോണിയയും കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പം ആന്ത്രിഡിയം ഊഗോണിയം കാണുന്നത് കൊണ്ട് ഈ കോൺസെപ്റ്റക്കിൾസിന്, റിസെപ്റ്റക്കിളിനകത്ത് കാണുന്ന കോൺസെപ്റ്റക്കിൾ എന്ന് പറയുന്ന പേര് ഫെർട്ടൈൽ കോൺസെപ്റ്റക്കിൾസ് എന്നാണ്. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഞാനിപ്പം പറഞ്ഞത് എന്താണ്? താലസിനെ പറ്റിയാണ് പറഞ്ഞത്. സ്റ്റെമ്മിൻ്റെ പേര് സ്റ്റൈപ്പ് അല്ലെങ്കിൽ ആക്സസ് എന്നാണ്. പിന്നെ ലീഫ് പോലെ ഇരിക്കുന്ന സെക്കൻഡറി ലാറ്ററൽസ്, പിന്നെ പ്രൈമറി ലാറ്ററൽസ്,
പിന്നെ റിസെപ്റ്റക്കിൾസ്, പിന്നെ എയർ ബ്ലാഡേഴ്സ്. ഇത്രയും മനസ്സിലായല്ലോ. അപ്പം ലീഫിനകത്തും നമുക്ക് റിസെപ്റ്റക്കിൾസിൻ്റെ ലീഫിന് പുറത്തും റിസെപ്റ്റക്കിൾസിന് പുറത്തും ഓസ്റ്റിയോൾസ് ഉണ്ടായിരിക്കും, ഈ പോർസ് ഉണ്ടായിരിക്കും. അതിനകത്തൂടെ നോക്കുമ്പോൾ നമുക്ക് ഫ്ലാസ്കിൻ്റെ ആകൃതിയിൽ കോൺസെപ്റ്റക്കിൾസ് കാണാൻ പറ്റും. എന്താണ് രണ്ട് കോൺസെപ്റ്റക്കിൾസും തമ്മിലുള്ള വ്യത്യാസം? ലീഫിനകത്തുള്ള കോൺസെപ്റ്റക്കിൾസിനകത്ത് സെക്സ് ഓർഗൻസ് കാണില്ല, അതുകൊണ്ട് അത് സ്റ്റെറൈൽ കോൺസെപ്റ്റക്കിൾസ് ആണ്. അതിൻ്റെ മറ്റു പേരുകളാണ് ക്രിപ്റ്റോസ്റ്റൊമാറ്റ അല്ലെങ്കിൽ ക്രിപ്റ്റോബ്ലാസ്റ്റ്. അതേസമയം റിസെപ്റ്റക്കിളിനകത്തുള്ള കോൺസെപ്റ്റക്കിളിനകത്ത് സെക്സ് ഓർഗൻസ് ഉണ്ട്, അതുകൊണ്ട് അതിനെ ഫെർട്ടൈൽ കോൺസെപ്റ്റക്കിൾസ് എന്ന് വിളിക്കുന്നു. ഇതാണ് ഞാനിപ്പം പറഞ്ഞു നിർത്തിയത് കേട്ടോ. മനസ്സിലായല്ലോ. അപ്പം ഞാനിപ്പം പറഞ്ഞ ആ താലസിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ലീഫെല്ലാം ലീഫ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. സെറേറ്റഡ് ആണ്, രണ്ട് എഡ്ജസും ഇതുപോലെ സെറേറ്റഡ് ആയിട്ട് കൂർത്തിരിക്കുന്നു. മിഡ്രിബ് കാണാൻ പറ്റുന്നുണ്ട്. എയർ ബ്ലാഡേഴ്സ് കണ്ടോ, ഇതാണ് എയർ ബ്ലാഡേഴ്സ്. കണ്ടോ, എയർ ബ്ലാഡേഴ്സാണ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ സഹായിക്കുന്നത്. ഇതിൽ റിസെപ്റ്റക്കിൾ കാണിച്ചിട്ടില്ല. ഇനി ഇത് രണ്ട് സ്പീഷീസും ഒന്നിൻ്റെ തന്നെ സബ് സ്പീഷീസിൻ്റെയും പിക്ചേഴ്സാണ്. നാറ്റൻസ് എന്ന് പറയുന്നതിൻ്റെ സബ് സ്പീഷീസാണ് നാറ്റൻസ് 8 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും സ്ട്രക്ചറിലും കാണുന്ന ആ കളറിലൊക്കെ കാണുന്ന വ്യത്യാസം കണ്ടോ, സൈസിലൊക്കെ വ്യത്യാസമുണ്ട്, കളറിൽ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഇതിലൊക്കെ എയർ ബ്ലാഡർ കണ്ടോ, എയർ ബ്ലാഡർ കാണാം. അങ്ങനെ ഉരുണ്ടിരിക്കുന്നതാണ് എയർ ബ്ലാഡേഴ്സ്. ലീഫ്, സ്റ്റെം അല്ല, സ്റ്റൈപ്പ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒക്കറൻസിനെ പറ്റി നോക്കാം. ഏകദേശം 150ഓളം സ്പീഷീസാണ് ഓൾ ടുഗദർ വേൾഡിൽ കാണപ്പെടുന്നത്. അതിൽ 15ഓളം സ്പീഷീസ് ഇന്ത്യയിൽ തന്നെ കാണുന്നവയാണ്. പിന്നെ എല്ലാ സ്പീഷീസും മെറൈൻ ഫോംസ് ആണ്, അതായത് സീ വാട്ടറിലേ കാണാറുള്ളൂ. വാം സീ വാട്ടേഴ്സിലാണ് കാണുന്നത്. പിന്നെ അറ്റ്ലാന്റിക് ഓഷ്യനിലും അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യനിലാണ് കൂടുതലായിട്ടും സർഗാസം കാണപ്പെടുന്നത്. ഇത് ഫ്ലോട്ടിംഗ് മാസസ് ആയിട്ടാണ് കാണുന്നത്, ഫ്ലോട്ട് ചെയ്ത് കിടക്കും. പിന്നെ സർഗാസത്തിൻ്റെ പ്ലാൻ ബോഡി അഥവാ താലസിനെ പറയുന്ന പേര് സ്പോറോഫൈറ്റ് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്ലാന്റിനെ നമ്മൾ ആ പ്ലാന്റിനെ കാണുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു പ്ലാന്റ് ബോഡി എന്ന് പറയുന്ന ആ ഒരു ഷേപ്പില്ലേ, ആ സ്ട്രക്ചറില്ലേ, അതിന് പറയുന്ന പേരാണ് സ്പോറോഫൈറ്റ്. ഓക്കെ, അപ്പം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ഫിസിക്കൽ ഫോം അതിനെയാണ് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർഗാസത്തിൻ്റെ പ്ലാൻ ബോഡി ഇറക്റ്റാണ്, അതായത് നേരെ നിൽക്കുന്നതാണ്. മാത്രമല്ല ഭയങ്കര ബുഷി മാസ്സായിട്ടാണ് കാണുന്നത്. ഏകദേശം 50ഓളം സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. പിന്നെ ഇതിനൊരു താഴെ ഹോൾഡ് ഫാസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ മേളിൽ ഹോൾഡ് ഫാസ്റ്റിൽ നിന്ന് ഒരു മെയിൻ ആക്സിസ് ഉണ്ടായിരിക്കും. പിന്നെ ലാറ്ററൽ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. ഹോൾഡ് ഫാസ്റ്റ് വഴി സബ്സ്ട്രേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. മെച്ചുറായി കഴിയുമ്പോൾ ഈ ഹോൾഡ് ഫാസ്റ്റ് സബ്സ്ട്രേറ്റത്തിൽ നിന്ന് വിട്ടുമാറി ഫ്ലോട്ട് ചെയ്ത് കിടക്കും പെർട്ടിക്കുലർ പ്ലാന്റ്. പിന്നെ പ്രൈമറി ലാറ്ററൽസ് എന്ന് പറയുന്നത് ആ മെയിൻ ആക്സിസിൽ നിന്ന് റൈസ് ചെയ്യുന്ന ബ്രാഞ്ചസ് ആണ്. അത് ചെന്ന് അവസാനിക്കുന്നത് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ലീഫ് ലൈക്ക് സെക്കൻഡറി ലാറ്ററൽസിലാണ്. അതുകൂടാതെ എയർ ബ്ലാഡേഴ്സും കാണാൻ കഴിയും ഇതിൻ്റെ ഇടയിൽ. ഇനി സെക്കൻഡറി ലാറ്ററൽസിൽ ലീഫ് എന്ന് പറയുന്ന സെക്കൻഡറി ലാറ്ററൽസിൽ വളരെ വ്യക്തമായിട്ടൊരു മിഡ്രിബ് ഉണ്ടായിരിക്കും. ദെൻ ലീഫിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ലീഫിൻ്റെ മേളിലായിട്ട് ഡോട്ട്സ് കാണാൻ കഴിയും, അതിനെ ഓസ്റ്റിയോൾസ് എന്നാണ് പറയുന്നത്. ഈ ഓസ്റ്റിയോൾസിനകത്തൂടെ നമ്മൾ നോക്കുമ്പം ഫ്ലാസ്കിൻ്റെ ആകൃതിയിലുള്ള കോൺസെപ്റ്റക്കിൾസ് കാണാൻ പറ്റും. ലീഫിനകത്തുള്ള കോൺസെപ്റ്റക്കിൾസിൽ സെക്സ് ഓർഗൻസ് ഇല്ലാത്തത് കൊണ്ട് അതിനെ സ്റ്റെറൈൽ കോൺസെപ്റ്റക്കിൾസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ മറ്റു പേരുകളാണ് ക്രിപ്റ്റോസ്റ്റൊമാറ്റ അഥവാ ക്രിപ്റ്റോബ്ലാസ്റ്റ്. ഇനി എയർ ബ്ലാഡേഴ്സ് എന്ന് പറയുന്നത് ഉരുണ്ടിരിക്കുന്ന ചില ഹോളോ ബോഡീസ് ആണ്. അതിനകത്ത് എയർ അല്ലെങ്കിൽ ഗ്യാസസ് ഫില്ല് ചെയ്ത് കാണപ്പെടും. അതാണ് ആ പെർട്ടിക്കുലർ പ്ലാന്റിന് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനുള്ള ബോയൻസി നൽകുന്നത്. ഇനി പ്രൈമറി ലാറ്ററൽസിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ബ്രാഞ്ച് ചെയ്ത് നിൽക്കുന്ന ഫ്ലാറ്റൻഡ് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കാണാൻ കഴിയും. ഇതിനെയാണ് റിസെപ്റ്റക്കിൾസ് എന്ന് പറയുന്നത്. റിസെപ്റ്റക്കിൾസിൻ്റെ വെളിയിലും നമുക്ക് ഓസ്റ്റിയോൾസ് കാണാൻ കഴിയും. അതിനകത്തൂടെ നോക്കുമ്പം അതും ചെന്ന് എത്തുന്നത് ഫ്ലാസ്കിൻ്റെ ആകൃതിയിലുള്ള കോൺസെപ്റ്റക്കിൾസിനകത്താണ്. ഈ കോൺസെപ്റ്റക്കിൾസിനകത്ത് നമുക്ക് സെക്സ് ഓർഗൻസ് കാണാൻ കഴിയും. അതുകൊണ്ട് റിസെപ്റ്റക്കിൾസിലുള്ള കോൺസെപ്റ്റക്കിൾസ് എല്ലാം ഫെർട്ടൈലാണ്. ഇനി റിസെപ്റ്റക്കിൾസ് എന്ന് പറയുന്നതാണ് സർഗാസത്തിലെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. ഇനി നമുക്ക് ഇൻറ്റേർണൽ അനാറ്റമി നോക്കാം.
സർഗാസത്തിൻ്റെ ഹോൾ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് 3 റീജിയൻസ് കൊണ്ടാണ്. ഔട്ടർ മോസ്റ്റ് റീജിയനെ എപ്പിഡെർമിസ് അല്ലെങ്കിൽ മെറിസ്റ്റോഡേം എന്ന് വിളിക്കുന്നു. മിഡിൽ റീജിയനെ കോർട്ടെക്സ് എന്നും ഇന്നർമോസ്റ്റ് റീജിയനെ മെഡുല എന്നും വിളിക്കുന്നു. ഇതിലെ മെറിസ്റ്റോഡേം എന്ന് പറയുന്ന ഔട്ടർ മോസ്റ്റ് റീജിയൻ അല്ലെങ്കിൽ ലെയർ എന്ന് പറയുന്നത് പാരങ്കൈമ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ക്ലോസ്ലി പാക്ഡ് ആണ്, മെറിസ്റ്റമാറ്റിക് ആണ്, മാത്രമല്ല ഒരു ക്യൂട്ടിക്കിൾ കൊണ്ട് കവർ ചെയ്തിട്ടും ഉണ്ടായിരിക്കും. ഇനി മെറിസ്റ്റോഡേം ഫോട്ടോസിന്തറ്റിക് ആണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ക്രൊമാറ്റോഫോർസ്, അതായത് പിഗ്മെൻറ്റ്സ് കാണുന്നത് മെറിസ്റ്റോഡേമിലാണ്. ഇനി അതിനകത്ത് കാണുന്ന റീജിയനാണ്, മിഡിൽ റീജിയനാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. കോർട്ടെക്സ് ഉണ്ടാക്കിയിരിക്കുന്നതും പാരങ്കൈമ സെൽസ് കൊണ്ടാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ, ഈ പാരങ്കൈമ സെൽസിൻ്റെ ഇടയിൽ ഇൻ്റർ സെല്ലുലാർ സ്പേസസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ സ്റ്റോറേജ്, ഫുഡ് മെറ്റീരിയൽസും എല്ലാം സ്റ്റോർ ചെയ്ത് ഇരിക്കും. അപ്പോൾ സ്റ്റോറേജ് ഫങ്ഷനാണ് ഈ കോർട്ടെക്സ് പാരങ്കൈമ സെൽസിനുള്ളത്. പിന്നെ കോർട്ടെക്സിനകത്ത് കാണുന്ന റീജിയനാണ് മെഡുല. ഇറ്റ് ഈസ് എ ഇന്നർമോസ്റ്റ് റീജിയൻ. ഇത് തിക്ക് വോൾഡ് ആണ്. മാത്രമല്ല ഇത് മെറ്റീരിയൽസ് കണ്ടക്ട് ചെയ്യാൻ, ക്യാരി ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ സ്റ്റെമ്മിൻ്റെ അനാറ്റമിയാണ് ഇപ്പോൾ പറഞ്ഞത്. സ്റ്റെമ്മിൻ്റെ അനാറ്റമി പോലെ തന്നെയാണ് ലീഫിൻ്റെ അനാറ്റമിയും. ലീഫ് ഉണ്ടാക്കിയിരിക്കുന്നത് 3 ലെയേഴ്സ് അല്ലെങ്കിൽ റീജിയൻസ് കൊണ്ടാണ്. അതും ഔട്ടർ മോസ്റ്റ് മെറിസ്റ്റോഡേം, മിഡിൽ കോർട്ടെക്സ് ആൻഡ് ഇന്നർമോസ്റ്റ് മെഡുല. അപ്പോൾ ഇതിൽ മെഡുല എന്ന് പറയുന്ന റീജിയൻ ലീഫിലെ മിഡ്രിബിൽ മാത്രമാണ് കാണുന്നത് കേട്ടോ. അപ്പം ബാക്കി ഉള്ള സൈഡ്സിൽ, അതായത് ബാക്കി റീജിയൻസ് എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് റീജിയൻ മെറിസ്റ്റോഡേം ആണ്. പിന്നെ കോർട്ടെക്സ് ലീഫിൻ്റെ ബാക്കിയുള്ള റീജിയൻ, അതായത് മിഡ്രിബ് അല്ലാത്ത ബാക്കിയുള്ള റീജിയൻസിൽ കോർട്ടെക്സ് ആണ് ഉള്ളത്. ഇനി ലീഫിൻ്റെ സ്ട്രക്ചർ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ. അതിൽ കാണുന്ന സ്റ്റെറൈൽ കോൺസെപ്റ്റക്കിൾസിനെ പറ്റി അല്ലേ, ക്രിപ്റ്റോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ക്രിപ്റ്റോസ്റ്റൊമാറ്റ, പിന്നെ ആ ഓസ്റ്റിയോൾസ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഞാൻ അതിൻ്റെ ഒരു പടം വരയ്ക്കാം. ഇവിടെ നിന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് ഫ്ലാസ്കിൻ്റെ ആകൃതിയിലുള്ള കോൺസെപ്റ്റക്കിളാണ്. ഞാൻ മേളിൽ വരച്ചിരിക്കുന്ന ദ്വാരമാണ് ഓസ്റ്റിയോൾ. അത് ഞാൻ O എന്ന് അടയാളപ്പെടുത്താം. ഇതിൽ ഈ ഓസ്റ്റിയോളിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതുപോലെ ഹെയർസ് കാണാൻ പറ്റും. ഇങ്ങനെ ഹെയർസ് കണ്ടോ. ഓസ്റ്റിയോളിലേക്ക് ബ്രാഞ്ച് ചെയ്ത്, അതായത് ഓസ്റ്റിയോളിലേക്ക് അപ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഹെയർസ് കാണാൻ പറ്റും. ഈ ഹെയർസിൻ്റെ പേര് പെരിഫൈസിസ് എന്നാണ്. അതിനെ PE എന്ന് ഞാൻ അടയാളപ്പെടുത്താം. PE, പെരിഫൈസിസ് ഹെയർസ് ആണ്. ഈ ഹെയർസ് എല്ലാം തന്നെ മൾട്ടി സെല്ലുലാർ ആണ്. ഇനി ഇതിൻ്റെ താഴെ ഈ ഫ്ലോറിലും, അതായത് താഴെ ഈ ബേസിനെ നമ്മൾ പറയുന്ന പേര് ഫ്ലോർ എന്നാണ്. അതിന് F എന്നിടാം. അപ്പോൾ ഈ ഫ്ലോറിലും നമുക്ക് ഹെയർസ് കാണാൻ പറ്റും. ഇതുപോലെ മേളിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന ഹെയർസ്, അപ്രൈറ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഹെയർസ്. ഈ ഹെയർസിൻ്റെ പ്രത്യേകത, ഈ ഹെയർസ് എല്ലാം തന്നെ ബ്രാഞ്ച്ഡ് ആയിരിക്കും. കണ്ടോ, ഹെയർസ് എല്ലാം ബ്രാഞ്ച്ഡ് ആണ്. കണ്ടോ. അപ്പോൾ ഈ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഫ്ലോറിൽ കാണുന്ന ഹെയർസിൻ്റെ പേര് പാരാഫൈസിസ് എന്നാണ്. അതിനെ ഞാൻ PA എന്ന് അടയാളപ്പെടുത്താം. കണ്ടോ. അപ്പോൾ അങ്ങനെ 2 തരത്തിലുള്ള ഹെയർസ് ആണുള്ളത്. മേളിൽ ഓസ്റ്റിയോളിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന ഹെയർസിനെ പെരിഫൈസിസ് എന്നും, ഫ്ലോറിൽ കാണപ്പെടുന്ന കോൺസെപ്റ്റക്കിളിൻ്റെ ഫ്ലോറിൽ കാണപ്പെടുന്ന ഹെയർസിനെ പാരാഫൈസിസ് എന്നും പറയുന്നു. ഇതിലെ പാരാഫൈസിസ് എല്ലാം ബ്രാഞ്ച്ഡ് ആണ്. ഈ ബ്രാഞ്ചസിലാണ് ആന്തറീഡിയ അല്ലെങ്കിൽ മെയിൽ സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആന്തറീഡിയ അല്ലെങ്കിൽ മെയിൽ സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ പാരാഫൈസിസിലാണ്. മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്ന എന്താണ്, കോൺസെപ്റ്റക്കിളാണ്. ഈ ഹോൾ ക്യാവിറ്റി കോൺസെപ്റ്റക്കിളാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം സെക്സ് ഓർഗൻസ് എവിടെയാണ് കാണുന്നത്? സെക്സ് ഓർഗൻസ് കാണുന്നത് ഈ പാരാഫൈസിസിലാണ്. അതായത് പാരാഫൈസിസിലാണ് സെക്സ് ഓർഗൻസ് കാണുന്നത് കേട്ടോ. മനസ്സിലായല്ലോ. അപ്പം ഇവിടെ ഞാൻ ലീഫിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ലീഫും സെയിം തന്നെയാണ്. ലീഫിൻ്റെ ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ലീഫിനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. ലീഫിൻ്റെ കോൺസെപ്റ്റക്കിൾ ഞാൻ വരച്ചു. മേളിലെ ഓസ്റ്റിയോൾ, അതിന് ഞാൻ O എന്ന് അടയാളപ്പെടുത്താം. ഓക്കെ. അപ്പോൾ ഇവിടെ ലീഫിൻ്റെ ഇതിലും ഇവിടെ ഓസ്റ്റിയോളിലും പെരിഫൈസസ് ഉണ്ട്. ഇങ്ങനെ ഓസ്റ്റിയോളിൻ്റെ നേർക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഹെയർസ് ഉണ്ട്. ഇത് പെരിഫൈസസ് ആണ്, PE. അത് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നു. ഇനി താഴെ ഫ്ലോറിൽ എന്താണ്, ബ്രാഞ്ച്ഡ് മൾട്ടി സെല്ലുലാർ ബ്രാഞ്ച്ഡ് പാരാഫൈസിസ്. കണ്ടോ, ബ്രാഞ്ച്ഡ് പാരാഫൈസിസ്.
അപ്പോൾ ഈ ഹെയർസ് എന്താണ്? പാരാഫേസസ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഏത് കോൺസെപ്റ്റക്കിൾ, ഇതും കോൺസെപ്റ്റക്കിളാണ്. പക്ഷേ ഇത് ഏത് കോൺസെപ്റ്റക്കിളാണ്? ലീഫിൻ്റെ കോൺസെപ്റ്റക്കിളാണ്. കണ്ടോ, എല്ലെന്ന് ഞാനിവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ലീഫിനകത്ത് കാണുന്ന കോൺസെപ്റ്റക്കിളാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലീഫിനകത്ത് കാണുന്ന കോൺസെപ്റ്റക്കിൾ പാരാഫൈസിസിൽ എന്തില്ല? സെക്സ് ഓർഗൻസ് ഇല്ല. അതുകൊണ്ട് ലീഫിലുള്ള കോൺസെപ്റ്റക്കിൾ സ്റ്റെറൈലാണ്. സ്റ്റെറൈൽ കോൺസെപ്റ്റക്കിളാണ്. താഴെ വരച്ചിരിക്കുന്ന കോൺസെപ്റ്റക്കിളിൽ പാരാഫൈസിസിൽ ഞാൻ സെക്സ് ഓർഗൻസ് വരച്ചിട്ടുണ്ട്. ഞാൻ വരച്ചിരിക്കുന്ന ആന്ത്രീഡിയാണ് വരച്ചിരിക്കുന്നത്. ഒന്നുകിൽ ആന്ത്രീഡിയ ആയിരിക്കും കാണുന്ന, അല്ലെങ്കിൽ ആർക്കിഗോണിയ. ആർക്കിഗോണിയ എന്ന് പറഞ്ഞാൽ ഊഗോണിയ. ഇതിലേതെങ്കിലും ഒന്നേ കാണുള്ളൂ. ഒരു കോൺസെപ്റ്റക്കിളിനകത്ത് ഒന്നുകിൽ മെയിൽ സെക്സ് ഓർഗനെ കാണും, അല്ലെങ്കിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ. അപ്പോൾ ഇവിടെ ഞാൻ മെയിൽ സെക്സ് ഓർഗനാണ് വരച്ചിരിക്കുന്നത്. ഞാനിവിടെ വരച്ചിരിക്കുന്നത് മെയിൽ സെക്സ് ഓർഗനാണ്, കളർ ചെയ്തിരിക്കുന്നുണ്ടോ? ഇത് ആന്ത്രീഡിയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ സെക്സ് ഓർഗൻ ഉണ്ടല്ലേ, സെക്സ് ഓർഗനായ ആന്ത്രീഡിയ വരച്ചിട്ടുണ്ട്. ആന്ത്രീഡിയ ഏത് സെക്സ് ഓർഗനാണ്? മെയിലാണോ ഫീമെയിലാണോ? മെയിലാണ്. അപ്പോൾ ആന്ത്രീഡിയ കാണുന്ന കോൺസെപ്റ്റക്കിളാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആന്ത്രീഡിയ ഉള്ളത് കൊണ്ട്, സെക്സ് ഓർഗൻ ഉള്ളത് കൊണ്ട് ഈ കോൺസെപ്റ്റക്കിൾ എന്താണ്? ഫെർട്ടൈലാണ്. ഫെർട്ടൈൽ സെക്സ് ഓർഗൻ. അതിന് ഞാൻ F എന്ന് ഇട്ടും കേട്ടോ. അപ്പോൾ ഫെർട്ടൈൽ സെക്സ് ഓർഗൻ എവിടെയാണ് കാണുന്നത്? ലീഫിനകത്താണോ? അല്ല. പിന്നെ എവിടെയാണ്? റിസെപ്റ്റക്കിളിലാണ് കാണുന്നത്. റിസെപ്റ്റക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ലീഫ് ആയതേ ഉള്ളൂ. അപ്പോൾ ലീഫിൽ ഓസ്റ്റിയോൾസ് ഉണ്ട്. ഞാൻ ലീഫ് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ റിസെപ്റ്റക്കിളിനകത്തുള്ള കോൺസെപ്റ്റക്കിളും കൂടെ വരച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇവിടെ ലീഫിൻ്റെ വെളിയിലായിട്ട് ഓസ്റ്റിയോൾസ് ഉണ്ട്. അതിനകത്തൂടെ നോക്കുമ്പോൾ നമുക്ക് കോൺസെപ്റ്റക്കിൾ കാണാം. പക്ഷേ ഈ കോൺസെപ്റ്റക്കിൾ സ്റ്റെറൈലായിരിക്കും, ബിക്കോസ് സെക്സ് ഓർഗൻസ് ഇല്ലായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഫ്ലോറിലായിട്ട് പാരാഫൈസിസ്, മൾട്ടി സെല്ലുലാർ ബ്രാഞ്ച്ഡ് പാരാഫൈസിസ് കാണാൻ പറ്റും. ഇനി എന്താണ് പാരാഫൈസിസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പാരാഫൈസിസ് ആർ മൾട്ടി സെല്ലുലാർ ബ്രാഞ്ച്ഡ് ഹെയർ സീൻ ഇൻസൈഡ് ദ കോൺസെപ്റ്റക്കിൾസ്, ഓക്കെ, ഓഫ് സർഗാസം എന്ന് എഴുതുക. ഇനി എയർ ബ്ലാഡേഴ്സ് ആണ്. ഇനി എയർ ബ്ലാഡേഴ്സിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കാം. എയർ ബ്ലാഡേഴ്സിന് 2 ലെയേഴ്സേ കാണുകയുള്ളൂ, ഔട്ടർ മോസ്റ്റ് മെറിസ്റ്റോഡം ആൻഡ് ഇന്നർ മോസ്റ്റ് കോർട്ടെക്സ്. എയർ ബ്ലാഡറിനകത്ത് നമുക്ക് ഒരു ഹോളോ ക്യാവിറ്റി കാണാൻ പറ്റും. അതിനകത്താണ് ഗ്യാസസും എയറും ഫില്ല് ചെയ്തിരിക്കുന്നത്. പിന്നെ മെഡുല ഇവിടെ ടോട്ടലി ആബ്സെൻ്റ് ആണ്. ഇനി ഗ്രോത്ത് എന്ന് പറയുന്നത് എപ്പിക്കൽ സെല്ല് വഴിയാണ് ഹോൾ താലസ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ദെൻ റീപ്രൊഡക്ഷൻ ആണ്. റീപ്രൊഡക്ഷൻ നടക്കുന്നത് വെജിറ്റേറ്റീവായിട്ടും സെക്ഷുവലായിട്ടും മാത്രമാണ്. ഇവിടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്. ഇനി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്. ഫ്രാഗ്മെൻറ്റേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഹോൾ പ്ലാന്റ് ബോഡി അവിടെ വെച്ച് ബ്രേക്ക് ആയിട്ട് അത് ഓരോ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സർഗാസത്തിൻ്റെ ഹോൾ പ്ലാന്റ് ബോഡി വന്നിട്ട് ഡിപ്ലോയിഡ് ആണ്. ഇവിടുത്തെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ പേരാണ് ഊഗമി അല്ലെങ്കിൽ ഊഗമസ്. ഊഗമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ആ 2 സെക്സ് ഓർഗൻസിൻ്റെ സൈസിലും ആകൃതിയിലും പ്രകൃതിയിലും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷനെയാണ് ഊഗമസ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നത് ഫ്ലാസ്കിൻ്റെ ആകൃതിയിലുള്ള ചില ക്യാവിറ്റീസിനകത്താണ്. ഈ ക്യാവിറ്റീസിൻ്റെ പേരാണ് കോൺസെപ്റ്റക്കിൾസ്. ഈ ക്യാവിറ്റീസ് കാണുന്നത് റിസെപ്റ്റക്കിൾസിനകത്താണ്. സർഗാസം 2 തരത്തിലുണ്ട്, മൊണീഷ്യസും ഉണ്ട്, ഡയീഷ്യസും ഉണ്ട്. ഡയീഷ്യസ് എന്താണെന്ന് ആദ്യം പറയാം. ഡയീഷ്യസ് എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ അല്ലെങ്കിൽ താലസിൽ കാണുന്നതിനെയാണ് ഡയീഷ്യസ് എന്ന് പറയുന്നത്. അതായത് ഒരു സർഗാസത്തിൻ്റെ ഒരു താലസ് ഉണ്ടെന്ന് വിചാരിച്ചു, എ താലസ്. ആ താലസിന് ഞാൻ പേര് കൊടുത്തിരിക്കുന്നു എ. വേറൊരു താലസും ഉണ്ട്, ബി എന്ന് പറയുന്ന താലസ്. അപ്പോൾ എ എന്ന് പറയുന്ന താലസിനകത്ത് നമുക്ക് മെയിൽ സെക്സ് ഓർഗൻസ് മാത്രമേ കാണാൻ കഴിയുള്ളൂ. മനസ്സിലായോ? ബിയിൽ എന്ത് മാത്രം? ഫീമെയിൽ സെക്സ് ഓർഗൻ. അപ്പം ബി എന്ന് പറയുന്ന താലസിനകത്ത് നമുക്ക് ഫീമെയിൽ സെക്സ് ഓർഗൻസ് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതുപോലെ എ എന്ന് പറയുന്ന താലസിൽ മെയിൽ സെക്സ് ഓർഗൻസ്. മനസ്സിലായോ? ഇതിനെയാണ് ഡയീഷ്യസ് എന്ന് പറയുന്നത്. അതേസമയം മൊണീഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഒരു സിംഗിൾ താലസിൽ തന്നെ കാണാൻ കഴിയും. അതിനെയാണ് മൊണീഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസെപ്റ്റക്കിളുണ്ട്. കോൺസെപ്റ്റക്കിളിനകത്ത് ഏതെങ്കിലും ഒരു സെക്സ് ഓർഗനേ ഉണ്ടായിരിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? ഒന്നുകിൽ അത് മെയിൽ സെക്സ് ഓർഗൻ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിരിക്കും. ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് മൊണീഷ്യസ്.
ഇനി ഫെർട്ടൈൽ കോൺസെപ്റ്റക്കിൾസ് ഏതിലാണ് കാണുന്നത്? റിസെപ്റ്റക്കിൾസിലാണ്. എന്താണ് ഫെർട്ടൈൽ കോൺസെപ്റ്റക്കിൾ എന്ന് പറയുന്നത്? സെക്സ് ഓർഗൻസ് ഉള്ള കോൺസെപ്റ്റക്കിൾസ് ആണ്. ഇനി അത് നേരത്തെ പറഞ്ഞ പാരാഫൈസസ് ഒക്കെയാണ്. പെരിഫൈസസ് ഒക്കെ നേരത്തെ പറഞ്ഞിരുന്നു, അത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആന്ത്രീഡിയ ബിയറിംഗ് കോൺസെപ്റ്റക്കിളിനെ മെയിൽ കോൺസെപ്റ്റക്കിൾ എന്നും ഊഗോണിയ ബെയറിംഗ് കോൺസെപ്റ്റക്കിളിനെ ഫീമെയിൽ കോൺസെപ്റ്റക്കിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആന്ത്രീഡിയ കാണപ്പെടുന്ന കോൺസെപ്റ്റക്കിളിനെ നമ്മൾ എന്ത് കോൺസെപ്റ്റക്കിൾ എന്ന് പറയുന്നത്? മെയിൽ കോൺസെപ്റ്റക്കിൾ. ഊഗോണിയ ബെയറിംഗ് കോൺസെപ്റ്റക്കിളിനെ ഫീമെയിൽ കോൺസെപ്റ്റക്കിൾ എന്ന് പറയുന്നു. ഇനി ആന്ത്രീഡിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരാഫൈസസിൽ, ബ്രാഞ്ച്ഡ് പാരാഫൈസസിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ആന്ത്രീഡിയ പാരാഫൈസസിൻ്റെ ബ്രാഞ്ചസിലാണ് കാണുന്നത്. എല്ലാ ബ്രാഞ്ചസിലും കാണില്ല, ചില ബ്രാഞ്ചസിലേ കാണുകയുള്ളൂ. അപ്പോൾ അതൊന്നും കൂടെ ഞാനിവിടെ വരയ്ക്കുകയാണ്. ഇത് കോൺസെപ്റ്റക്കിളാണ് വരയ്ക്കുന്നത്. താഴെ കാണുന്ന പാരാഫൈസസ് ബ്രാഞ്ച്ഡ് ആണ്. അപ്പം 2-3 ഞാൻ വരയ്ക്കുന്നുള്ളൂ. നോക്കൂ, ബ്രാഞ്ച്ഡ് കോൺസെപ്റ്റക്കിൾ പാരാഫൈസസ് ആണ്. ഇതിലെ ചില ബ്രാഞ്ചസിൽ മാത്രമായിരിക്കും ആന്ത്രീഡിയ കാണുന്നത്, എല്ലാ ബ്രാഞ്ചസിലും വരില്ല. മനസ്സിലായോ? ഇസ് ക്ലിയർ? അപ്പോൾ ആന്ത്രീഡിയ എങ്ങനെയാണ്? ബ്രാഞ്ചസിൻ്റെ ഏതെങ്കിലും ഒരു ടിപ്പിലോ അല്ലെങ്കിൽ സൈഡിലോ ഒക്കെ ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഓരോ ബ്രാഞ്ചിലും ഓരോ ആന്ത്രീഡിയ വെച്ചിട്ട്. മനസ്സിലായോ? അപ്പോൾ എല്ലാ ബ്രാഞ്ചിലും വരില്ല, ഏതെങ്കിലുമൊക്കെ ബ്രാഞ്ചസിൽ മാത്രമേ ആന്ത്രീഡിയ കാണുകയുള്ളൂ. കണ്ടല്ലോ. ഇനി ആന്ത്രീഡിയയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒറ്റോട് ആന്ത്രീഡിയ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പാരാഫൈസസിൽ, ബ്രാഞ്ച്ഡ് പാരാഫൈസസിലായിരിക്കും കാണുന്നത്. ഇനി ഓരോ ആന്ത്രീഡിയം എന്ന് പറയുന്നത് ഓവൽ സ്ട്രക്ചറാണ്. ഇതുപോലെ ഓവൽ ഷേപ്പിലുള്ള സ്ട്രക്ചറാണ് ആന്ത്രീഡിയം കേട്ടോ. അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് 2 വോൾ ലെയേഴ്സ് ഉണ്ട്. പ്രൊട്ടക്റ്റീവ് വോൾ ലെയേഴ്സ് 2 ഉണ്ട്. ഔട്ടർ മോസ്റ്റ് വോൾ ലെയർ എന്ന് പറയുന്നത് എക്സോകൈറ്റും ഇന്നർ വോൾ ലെയർ എന്ന് പറയുന്നത് എൻഡോകൈറ്റാണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് വോൾ ലെയർ വളരെ ഫേമും സ്റ്റിഫും ആയിരിക്കും. ഇന്നർ വോൾ ലെയർ ജലാറ്റിൻ പോലെ ഇരിക്കും, സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻഡോകൈറ്റ് എന്നാണ് ഇന്നർ വോൾ ലെയർ എന്ന് പറയുന്ന പേര്. അപ്പോൾ ആന്ത്രീഡിയം മനസ്സിലായല്ലോ. ഇനി ആന്ത്രീഡിയത്തിനകത്ത് നമുക്ക് 64 ആന്ത്രോസൂയിഡ്സ് കാണാൻ പറ്റും. അപ്പോൾ ഓരോ ആന്ത്രീഡിയത്തിനകത്തും 64 ആന്ത്രോസൂയിഡ്സ് ഉണ്ടായിരിക്കും. ആന്ത്രോസൂയിഡ്സ് എന്താണ്? സ്പേംസിനെയാണ് ആന്ത്രോസൂയിഡ്സ് എന്ന് പറയുന്നത്. സോ ആന്ത്രോസൂയിഡ്സ് ആർ അതർവൈസ് നോൺ സ്പേംസ് ഓർ മെയിൽ ഗമീറ്റ്സ്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ സ്പേംസും മെയിൽ ഗമീറ്റും ഹാപ്ലോയിഡാണ്. ഇനി മെച്ചുറായി കഴിയുമ്പോൾ കോൺസെപ്റ്റക്കിളിൻ്റെ അകത്ത് നിന്ന് ഓസ്റ്റിയോൾ വഴി ആന്ത്രീഡിയം വെളിയിലേക്ക് ലിബറേറ്റ് ചെയ്യപ്പെടും. എന്നിട്ട് ആന്ത്രീഡിയത്തിൻ്റെ വോൾ ലെയർ പൊട്ടിയിട്ട് അതിനകത്തിരിക്കുന്ന ആന്ത്രോസൂയിഡ്സ് വെളിയിൽ വരും. അപ്പോൾ ഓരോ സ്പേം അല്ലെങ്കിൽ ആന്ത്രോസൂയിഡ് എന്ന് പറയുന്നത് പെയർ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതിൻ്റെ 2 ലാറ്ററൽ സൈഡ്സ്, ലാറ്ററൽ എന്ന് പറഞ്ഞാൽ സൈഡിലായിട്ട് ഫ്ലജല്ലാസ് കാണും. 2 ഫ്ലജല്ലാസ് ഉണ്ട്. അപ്പം ആന്ത്രോസൂയിഡ് അല്ലെങ്കിൽ സ്പേം എന്ന് പറയുന്നത് പെയറിൻ്റെ ആകൃതിയിലുള്ള സ്ട്രക്ചേഴ്സാണ്. പിന്നെ അതിൻ്റെ പെയർ അറിയാലോ എന്താണെന്ന്. ഇങ്ങനത്തെ ആകൃതിയിലുള്ള സ്ട്രക്ചറാണ് പെയർ. കണ്ട, ഇതാണ് പെയർ ഷേപ്പ്. പെയർ ഫ്രൂട്ട് എന്നൊക്കെ പറയില്ലേ, ഇതാണ് പെയർ ഷേപ്പ്. അപ്പോൾ അതിലെ 2 ലാറ്ററൽ സൈഡ്സിലായിട്ട് 2 ഫ്ലജല്ല ഉണ്ട് ഇങ്ങനെ. കണ്ട, ഇതാണ് സ്പേം. ഇനി അടുത്ത ഊഗോണിയത്തിനെ പറ്റിയാണ് പറയുന്നത്. ഊഗോണിയം കാണുന്നത് ഫീമെയിൽ കോൺസെപ്റ്റക്കിളിനകത്താണ്. ഊഗോണിയം സെസൈലാണ്. ഊഗോണിയം കോൺസെപ്റ്റക്കിളുടെ ഫ്ലോറിലാണ് കാണുന്നത്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ആന്ത്രീഡിയം എങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞു തന്നെ അല്ലേ? പാരാഫൈസസിൻ്റെ ബ്രാഞ്ചസിലാണ് കാണുന്നത്. ഇത് പാരാഫൈസസ് ആണ് ഞാൻ വരയ്ക്കുന്നത്. ഊഗോണിയം കാണുന്നത് ഇങ്ങനെയാണ്. കണ്ട, ഫ്ലോറിലാണ്. അതായത് പാരാഫൈസസിൻ്റെ ബ്രാഞ്ചസിലല്ല, താഴെയായിട്ടാണ്, ഫ്ലോറിലാണ് അറ്റാച്ച് ചെയ്ത് കാണുന്നത് ഊഗോണിയം കേട്ടോ. ഇനി ഓരോ ഊഗോണിയത്തിനകത്തും ഒരു സിംഗിൾ എഗ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഓവം ഉണ്ടായിരിക്കും. എഗ് അല്ലെങ്കിൽ ഓവത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? ഫീമെയിൽ ഗമീറ്റ്. ഇനി ഒരു സിംഗിൾ ഊഗോണിയത്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് 3 വോളെയേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് വോളെയർ എന്ന് പറയുന്നത് എക്സോകൈറ്റ് ആണ്. നേരത്തെ നമ്മൾ ആന്ത്രീഡിയത്തിൻ്റെ പറഞ്ഞതുപോലെ. ഇന്നർ മോസ്റ്റ് വോളെയർ എന്ന് പറയുന്നത് എൻഡോകൈറ്റ് ആണ്. ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു മിഡിൽ വോളെയറും കൂടെ ഉണ്ട്. അതിന് പറയുന്ന പേര് മീസോകൈറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ തിക്കായിട്ടുള്ളത് മീസോകൈറ്റ് ആണ് കേട്ടോ. വെളിയിലത്തെ എക്സോകൈറ്റും ഇന്നർ മോസ്റ്റ് എൻഡോകൈറ്റും തിൻ വോളെയേഴ്സ് ആണ്. അത്രയ്ക്ക് മനസ്സിലായല്ലോ. ഇനി മെച്ചുവർ ആകുമ്പം ഓസ്റ്റിയോൾ വഴി ഊഗോണിയം വെളിയിലേക്ക് വരും. എന്നിട്ട് ഊഗോണിയത്തിൻ്റെ മിഡിൽ വോളെയർ ഉണ്ടല്ലോ, മീസോകൈറ്റ്, അത് ഇലോങ്ങേറ്റ് ചെയ്ത് ഒരു സ്റ്റോക്കായിട്ട് മാറും. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ത്രെഡ്. എന്നിട്ട് അത് ഈ ഫീമെയിൽ കോൺസെപ്റ്റക്കിളുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഊഗോണിയം വെളിയിലേക്ക് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒഴുകി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പേംസിന് ഊഗോണിയയ്ക്ക് അകത്ത് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് ഫീമെയിൽ കോൺസെപ്റ്റക്കിളിൽ തന്നെ ഈ ഊഗോണിയം വെളിയിൽ വന്ന് ഫീമെയിൽ കോൺസെപ്റ്റക്കിളിൽ നിന്ന് പുറത്തേക്ക് വന്നെങ്കിലും കോൺസെപ്റ്റക്കിളുമായിട്ട് അറ്റാച്ച് ചെയ്ത് തന്നെ ഈ ഊഗോണിയം ഇരിക്കും. ഇനി ഫെർട്ടിലൈസേഷനാണ്. ആന്ത്രോസൂയിഡ്സ് അഥവാ സ്പേംസ് സ്വിം ചെയ്ത് ഫീമെയിൽ കോൺസെപ്റ്റക്കിൾ വരും. എന്നിട്ട് ഊഗോണിയത്തിനകത്ത് കയറിയിട്ട് എഗ്ഗായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. ഓക്കെ, ഇനി സൈഗോട്ട് എങ്ങനെയാണ് ജെർമിനേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. സൈഗോട്ട് ആ ഫീമെയിൽ കോൺസെപ്റ്റക്കിളിൽ തന്നെ ഇരുന്നു കൊണ്ട് എൻലാർജ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അത് മെച്യൂർ ആകുമ്പോൾ ലിബറേറ്റ് ചെയ്തിട്ട് അത് ഏതെങ്കിലുമൊക്കെ സോളിഡ് സബ്സ്ട്രേറ്റത്തിൽ ചെന്ന് പറ്റിപ്പിടിച്ചിരിക്കും. എന്നിട്ട് അത് ഡയറക്റ്റായിട്ട് റിപ്പീറ്റഡ് ഡിവിഷൻ ഇറ്റ് ഡയറക്റ്റ്ലി ഡെവലപ്പ് ഇൻ ടു ഡിപ്ലോയിഡ് സർഗാസം. അപ്പോൾ ഇവിടെ സൈഗോട്ട് മിയോട്ടിക്കായിട്ട് മാറുന്നില്ല. മനസ്സിലായി? നമ്മൾ സാധാരണയൊക്കെ പറയുമ്പോൾ സൈഗോട്ട് മിയോസിസ് വഴി ഹാപ്ലോയിഡ് ഡിവിഷൻ വഴി 4 ആദ്യം ഇതുപോലെ സൂസ്പോർസ് ആയിട്ട് മാറുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ പഠിച്ചത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സൈഗോട്ട് എന്ത് ചെയ്യുന്നു? സൈഗോട്ട് അതായത് നമ്മൾ എന്താ പറയുക, സൈഗോട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് സർഗാസം ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹോൾ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ നേരത്തെ ചില ആൽഗേസിലൊക്കെ നമ്മൾ പഠിച്ചതുപോലെ സൈഗോട്ടിൽ നിന്ന് മിയോസൂസ്പോർസ് അല്ല, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഈ സൈഗോട്ടിൽ നിന്ന് എന്താ പറയാനാണ് വേറൊരു ഹാപ്ലോയിഡ് ഫോമിലേക്ക് മാറിയിട്ട് പിന്നെ അത് പ്ലാന്റ് ബോഡി ആയിട്ട് മാറുന്നു. അങ്ങനത്തെ ഒരു ഏർപ്പാട് ഇവിടെ ഇല്ല. മനസ്സിലായോ? സൈഗോട്ട് തന്നെ ഡയറക്റ്റായിട്ട് സർഗാസമായിട്ട് ഫോം ചെയ്യും. മനസ്സിലായോ? അപ്പോൾ സൈഗോട്ടും ആ പ്ലാന്റ് ബോഡിയും ഡയറക്റ്റായിട്ടാണ് ഫോം ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലായിട്ട് വേറൊരു എന്താ പറയാനാണ് ട്രാൻസ്ഫോർമേഷൻ ഇല്ല. ഇനി ഇവിടെ ലൈഫ് സൈക്കിളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഹാപ്ലോയിഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗമീറ്റ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഹാപ്ലോയിഡ്സ് എന്ന് പറയുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റുകൾ മാത്രമാണ്. ബാക്കിയെല്ലാം പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണ്. അതായത് പ്ലാന്റ് ബോഡി അഥവാ സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന ഡിപ്ലോയിഡ് ആണ്. സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്. ഓക്കെ, പിന്നെ ഇതാണ് ആ ഹോൾ ലൈഫ് സൈക്കിളിൻ്റെ പിക്ചർ. ഇത് മെച്യൂർ സർഗാസമാണ്. അതിനകത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റിസെപ്റ്റക്കിൾസ് ഉണ്ട്. റിസെപ്റ്റക്കിൾസിനകത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ കോൺസെപ്റ്റക്കിൾസ് ഉണ്ടായിരിക്കും. മെയിൽ കോൺസെപ്റ്റക്കിൾസിൽ നിന്ന് സ്പേംസ് ഫോം ചെയ്യുന്നു. ഫീമെയിൽ കോൺസെപ്റ്റക്കിളിൽ നിന്ന് ഓവം അല്ലെങ്കിൽ എക്സൽ ഫോം ചെയ്യുന്നു. എന്നിട്ട് ഇത് രണ്ട് ഫ്യൂസ് ചെയ്തിട്ട് ഇറ്റ് ഫോംസ് ദ സൈഗോട്ട്. And the zygote directly germinate to form the plant. Okay. അപ്പോൾ സൈഗോട്ട് ഇവിടെ മിയോട്ടിക് ഡിവിഷൻ ഒന്നും നടക്കുന്നില്ല. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്. ആ സൈഗോട്ട് ഡയറക്റ്റായിട്ട് തന്നെ സർഗാസമായിട്ട് ജെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വേറെ ഡിവിഷൻസ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ നേരത്തെ ലൈഫ് സൈക്കിളിൻ്റെ പിക്ചർ കാണിച്ചു തന്നല്ലോ. ഇവിടെ ആന്ത്രീഡിയ ആൻഡ് ഊഗോണിയ ഡിപ്ലോയിഡ് ആണ്. നിങ്ങൾക്കറിയാം. ആന്ത്രീഡിയയ്ക്കകത്ത് ഉണ്ടാകുന്ന സ്പേംസ് ആണ് ഹാപ്ലോയിഡ്. അതുപോലെ ഊഗോണിയയ്ക്കകത്ത് ഉണ്ടാകുന്ന എഗ്ഗാണ് ഹാപ്ലോയിഡ്. അപ്പോൾ ഇവിടെ റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോട്ടിക് ഡിവിഷൻ എന്ന് പറയുന്നത് ഗമീറ്റ് ഫോർമേഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ നടക്കുന്നുള്ളൂ. ഇപ്പോൾ ഹാപ്ലോയിഡ് സ്റ്റേജസ് എന്ന് പറയുന്നത് സ്പേംസും എഗ്ഗും മാത്രമാണ് ഇവിടുത്തെ കേട്ടോ. അപ്പോൾ ഈ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുന്നു. ആൻഡ് ഈ സൈഗോട്ട് ഡയറക്റ്റായിട്ട് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് അല്ലെങ്കിൽ സർഗാസോമായിട്ട് ജെർമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക്സ് എ ലോട്ട് മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ യുവർ പേഷ്യൻറ്റ് ലിസണിങ് ആൻഡ് കോപ്പറേഷൻ. താങ്ക് യു.